ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അനുഭവങ്ങൾ പാളിച്ചകളിൽ ഒരു FMCG ബ്രാൻഡിൻ്റെ കഥയാണ്. നമ്മളെ സമീപിച്ച ഒരു FMCG ബ്രാൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നല്ല രീതിയിലാണോ എന്നുള്ളതിൽ അവർക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. കാരണം അത്യാവശ്യം മാർക്കറ്റിങ്ങിന് വേണ്ടി നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാർക്കറ്റിംഗ് എഫർട്ട്സ് എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, മാർക്കറ്റിങ്ങിനുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നല്ല ക്ലാരിറ്റി ഇല്ല. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഒപ്പം ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് അപ്രോച്ചും ഗ്രോത്ത് സ്ട്രാറ്റജി അപ്രോച്ചും ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു ROI മെഷർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കൃത്യമാണോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇനിയും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നറിയില്ല. അങ്ങനെയാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് മാത്രം പഠിക്കാനായിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമാണ് പറയുന്നത്. നമ്മൾ ടോട്ടലി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഈ വീഡിയോയിൽ പറയുന്നില്ല. ഒരൊറ്റ വീഡിയോയിൽ പറയുന്നത് അവരുടെ മാർക്കറ്റിംഗ് എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ്. കുറച്ച് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ അവരുടെ മാർക്കറ്റിംഗ് എഫക്റ്റീവ്നെസ് പഠിച്ചത്. എന്നിട്ട് എന്ത് മാറ്റമാണ് അവരിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി ഞാൻ പറയാം. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ചില ആളുകൾ ബ്രാൻഡ് അവെയർനെസ് കൂട്ടുക എന്നുള്ളത് മാത്രമായിരിക്കും. ചിലപ്പോൾ സെയിൽസിൽ അത്ര ഫോക്കസ് ഉണ്ടാവില്ല. അതിൻ്റെ ഒപ്പം സെയിൽസും നമ്മൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി. അപ്പോൾ ബ്രാൻഡ് അവെയർനെസ് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്, സെയിൽസും അവർക്ക് ബെറ്റർ ആക്കണം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. എല്ലാവരുടെയും ആഗ്രഹം ഇത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും അതിന് കറക്റ്റായിട്ടുള്ള ബാലൻസിങ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഉണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം വരിക. അപ്പം നമ്മൾ കൃത്യമായിട്ട് ആ ഒബ്ജക്റ്റീവ് പഠിച്ചു എന്നുള്ളതാണ്. അപ്പം കുറച്ച് ലോങ് ടേം ആയിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണ്. ഇപ്പം തന്നെ സെയിൽസ് വേണം നിർബന്ധം പിടിക്കുന്ന ആളുകളല്ല. ബ്രാൻഡ് അവെയർനെസ് പക്ഷേ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ നല്ല നിർബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. എത്രമാത്രം ബ്രാൻഡ് അവെയർനെസ് കൂട്ടേണ്ടതുണ്ട്, എത്രമാത്രം സെയിൽസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, ആ ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കി. അതിനുശേഷം അവരുടെ ടീമിനെ നമ്മൾ കംപ്ലീറ്റ്ലി അസസ് ചെയ്തു. അവരുടെ സെയിൽസ് ടീമിനെ അസസ് ചെയ്തു. ഒപ്പം നമ്മൾ മാർക്കറ്റിംഗ് എഫേർട്സിനെയും അസസ് ചെയ്തു. അപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിന് ആക്ച്വലി സെപ്പറേറ്റ് ടീമൊന്നുമില്ല. എല്ലാം ചെയ്യുന്നത് സെയിൽസ് ടീം തന്നെയാണ്. മാർക്കറ്റിങ്ങിന് സെപ്പറേറ്റ് ടീമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓൺട്രപ്രണർ തന്നെയാണ് മിക്കവാറും കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. മാർക്കറ്റിങ്ങിന് സെപ്പറേറ്റ് ടീമില്ല. മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള കേരളത്തിലെ ബ്രാൻഡുകളിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ടീമോ അതിനുവേണ്ടി ആളുകളോ പലപ്പോഴും കാണാറില്ല. അതുകൊണ്ട് തന്നെ സെയിൽസ് ടീം തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്. അവിടെ ഇത് ഭയങ്കരമായിട്ട് ഡൈല്യൂട്ടഡ് ആവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റിങ്ങിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം വേണം. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗ്രോത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. 1-2 ആളുകളെ അവിടേക്ക് കൊണ്ടുവന്നു. കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളും അതിനെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ആളുകളെയും നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് കുറച്ചുകൂടി ക്ലാരിറ്റി ആയി. അതൊക്കെ ഏതൊക്കെ മീഡിയത്തിൽ ചെയ്യണം, എത്ര ബഡ്ജറ്റ് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ മീഡിയത്തിലും ചെയ്യുമ്പോഴും ഓരോ പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോഴും ഡിജിറ്റലിലൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റയിൽ എത്ര സ്പെൻഡ് ചെയ്യണം, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ എത്ര സ്പെൻഡ് ചെയ്യണം, SEOയിൽ എത്ര സ്പെൻഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ SEOന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഫോർകാസ്റ്റ് അടക്കം നമ്മൾ തയ്യാറാക്കി എന്നുള്ളതാണ്. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി സെയിൽസ് ടീമിനെ അടക്കം നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുന്നത്. കാരണം മാർക്കറ്റിങ്ങിന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെയിൽസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് എൻഡിൽ ആളുകൾ ആവശ്യമാണ്, ഫ്രണ്ട് എൻഡിൽ ആളുകൾ ആവശ്യമാണ്. അപ്പോൾ സെയിൽസ് ടീമിൻ്റെ ഫ്രണ്ട് എൻഡിലുള്ള ആളുകളെ ബാക്ക് എൻഡിലുള്ള ആളുകളെ എല്ലാം റിക്രൂട്ട് ചെയ്ത് കൃത്യമായി സജ്ജീകരിച്ചു. കൃത്യമായിട്ടുള്ള സെയിൽസ് സ്കിൽസ് കൊടുക്കുകയും ചെയ്തു. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എൻക്വയറീസ് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ആളുകളില്ലെങ്കിൽ, കൃത്യമായിട്ട് അവരുടെ സ്കിൽസ് കറക്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള സ്കിൽസ് കറക്റ്റ് അല്ലെങ്കിൽ ഒക്കെ എറേഴ്സ് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ടീമിനെ റിക്രൂട്ട് ചെയ്യുകയും സ്ട്രക്ചർ ചെയ്യുകയും കൃത്യമായിട്ടുള്ള സ്കില്ലുകൾ ട്രെയിനിങ്ങുകളിലൂടെ കൊടുക്കുകയും ചെയ്തു. അടുത്തത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ വളരെ കൃത്യമായി സ്കെഡ്യൂൾ ചെയ്യുകയാണ്. നമ്മളൊരു ഗാൺ ചാർട്ട് ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ഈ ആക്ടിവിറ്റി, അടുത്ത ആക്ടിവിറ്റി ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെയാണ്, അതിന് എത്രയാണ് നമ്മൾ അതിൽ നിന്ന് ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ക്യാൻവാസിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന തരത്തിലേക്ക് ഡിസൈൻ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ സെയിൽസിലേക്ക് നോക്കുന്നത്. എന്നിട്ട് സെയിൽസ് ഡാറ്റ നമ്മൾ എടുക്കുന്നു. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത അതേ ഡാറ്റയിലേക്ക് സെയിൽസ് എത്തുന്നുണ്ടോ
നടക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. എല്ലാ ദിവസവും നോക്കണം കേട്ടോ. കാരണം നമ്മളിത് വൈകി 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്ക് ലീഡ്സ് ജനറേറ്റഡ് ആവുന്നുണ്ടോ, വിചാരിക്കുന്ന തരത്തിലേക്ക് സെയിൽസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവും മോണിറ്റർ ചെയ്യുന്നു. സെയിൽസ് നടക്കാത്ത സ്ഥലങ്ങളിൽ ആക്ച്വലി ആ സെയിൽസ് എക്സിക്യൂട്ടീവുമായിട്ടും അതുപോലെ നമ്മുടെ റീറ്റെയിലേഴ്സുമായിട്ടും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിട്ട് എവിടെയാണ് പ്രശ്നം വരുന്നത്, എവിടെയാണ് ബോട്ടിൽ നെക്ക് വരുന്നതെന്ന് സംസാരിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് എത്രയും പെട്ടെന്ന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം, നമ്മുടെ ബ്രാൻഡ് അവെയർനെസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി മാർക്കറ്റ് സർവേകൾ, പലതരത്തിലുള്ള മാർക്കറ്റ് സർവേ, ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ആയിട്ടും സെക്കൻഡറി സർവേസ് ആയിട്ടും ഫോൺ ത്രൂ ഉള്ള സർവേസ് ആയിട്ടും ഒക്കെ ബ്രാൻഡ് അവെയർനെസ് സർവേകൾ നമ്മൾ നടത്തി പോകുന്നു. ബ്രാൻഡ് എത്രമാത്രം പെനട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്തു. അതായത് ഒന്ന് നമ്മളുടെ പ്ലാറ്റ്ഫോമുകളിൽ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ്, ലൈക്സ്, ഷെയർ പോലുള്ള കാര്യങ്ങൾ, മെസ്സേജുകൾ പോലുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എത്ര ആളുകൾ ഇത് ടച്ച് ചെയ്യുന്നുണ്ട്, എത്ര ആളുകൾ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട്, എത്ര കൺവേർഷൻ റേറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അനലൈസ് ചെയ്തു. അതൊരു ഫിസിക്കലായിട്ടുള്ള ഒരു ടീമിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത്. അറ്റ് ദ സെയിം ടൈം ആക്ച്വലി ബാക്ക് എൻഡിൽ നമ്മളൊരു ഡിജിറ്റൽ ടീമിനെ, നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ ടീമിനെ വെച്ചുകൊണ്ട് ഗൂഗിൾ അനലിറ്റിക്സും അടക്കമുള്ള മറ്റുള്ള എല്ലാ അനലിറ്റിക്കൽ ടൂളുകളും വെച്ചുകൊണ്ട് എത്രമാത്രം എൻഗേജ്മെൻ്റ് ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇതിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് ഷെയറിൽ മാറ്റം വരുന്നുണ്ടോ, സെയിൽസിൽ മാറ്റം വരുന്നുണ്ടോ, റവന്യൂവിൽ മാറ്റം വരുന്നുണ്ടോ, നമ്മുടെ കളക്ഷനിൽ മാറ്റം വരുന്നുണ്ടോ, നമ്മുടെ മാർക്കറ്റ് ഷെയറിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് അസസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. നമ്മൾ മുൻപുണ്ടായിരുന്ന മാസങ്ങളുമായിട്ടും മുൻപത്തെ ഇയറുമായിട്ടും ഒക്കെ നമ്മൾ ഈ ഡാറ്റേനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫോർകാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ 10 ലക്ഷമാണ് ഒരു പെർട്ടിക്കുലർ ബീറ്റിൽ എത്തേണ്ടതെങ്കിൽ നമുക്കറിയാം 8 ലക്ഷമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ 6 ലക്ഷമായിരുന്നു, 10 ലക്ഷമാണ് ടാർഗറ്റ് ചെയ്ത്, 8 ലക്ഷമേ ആയിട്ടുള്ളൂ. 2 ലക്ഷത്തിൻ്റെ ഒരു ബാക്കിയുണ്ട്. എവിടെയാണ് പ്രശ്നം വരുന്നത്, എവിടേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും മാറ്റം ആവശ്യമുണ്ടോ, എന്തെങ്കിലും സ്കീമിന് കൂടുതൽ എന്തെങ്കിലും ഡിസ്കൗണ്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടോ, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്ത് പോവുകയാണ്. പലപ്പോഴും ഉണ്ടാകുന്ന ഈ അസസ്മെൻ്റ് എന്ന് പറയുന്ന 6 മാസത്തിലോ 1 വർഷത്തിലോ ഒക്കെ സംഭവിക്കുമ്പോൾ ആക്ച്വലി സൊല്യൂഷൻ കൊടുക്കാൻ നമ്മൾ വൈകി പോകുന്നുണ്ട്. അപ്പോൾ ഈ വൈകാതെ കൃത്യമായിട്ട് അസസ് ചെയ്ത് പോകുമ്പോൾ, കസ്റ്റമർ എൻഗേജ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അസസ് ചെയ്ത് പോകുമ്പോൾ സ്ട്രാറ്റജീസ് വേണമെങ്കിൽ മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള റിവ്യൂ പ്രോസസ്സ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ടീമിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും സ്ട്രോങ് ആയിട്ടുള്ള റിവ്യൂ പ്രോസസ്സും കൂടി നടക്കുകയാണ്. അപ്പോൾ ടീമിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു, അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു, അവരിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് മാക്സിമം എടുക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ HR ആക്ടിവിറ്റീസൊക്കെ അപ്പുറത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ HR കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ശരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്പേഴ്സിൽ ഫോക്കസ് ചെയ്യാതെ മാർക്കറ്റിങ്ങും സെയിൽസും ചെയ്യുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിങ്ങും സെയിൽസും എവിടേക്കാണ് പോകുന്നത് എന്ന് പോലും അറിയാതെ നമ്മൾ അന്തിച്ച് നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അനലിറ്റിക്സ് അടക്കം ചെക്ക് ചെയ്തുകൊണ്ട് റിവ്യൂകൾ കൃത്യമായി നടത്തി പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ തന്നെ ഇതിൻ്റെ കടിഞ്ഞാൻ നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. തീർച്ചയായിട്ടും വലിയ മാറ്റമാണ് ഉണ്ടായത്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ ഇൻവോൾവ് ചെയ്ത് ഏകദേശം 6 മാസം കൊണ്ട് ഇതൊന്നും സ്ട്രീം ലൈൻഡ് ആയി. അപ്പോൾ അതിനകത്ത് ഈ 6 മാസം കൊണ്ട് സെയിൽസിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല. മൊത്തത്തിലൊന്നും സ്ട്രീം ലൈൻ ഉണ്ടാവും. കാരണം ചെറിയ ജർക്കൊക്കെ ഉണ്ടാവും, മാറ്റങ്ങൾ വരുമ്പോൾ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും, അതായത് അടുത്ത 6 മാസം, അത് ചേഞ്ചിൻ്റെ ടൈമാണ്. ആ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും, അടുത്ത 6 മാസം കഴിഞ്ഞപ്പോഴേക്കും, അതായത് ടോട്ടൽ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും മുമ്പുണ്ടായിരുന്നതിൻ്റെ സെയിൽസിൻ്റെ ഏകദേശം ഇരട്ടി, എനിക്ക് തോന്നുന്നു ഒരു 100% ഇല്ല, ഒരു 80%, 80-85% സെയിൽസ് വർദ്ധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ കളക്ഷൻ അതിനേക്കാൾ കൂടുതൽ ഗ്രോ ചെയ്തു. കളക്ഷൻ വളരെ കുറവായിരുന്നു മുമ്പ്, ക്രെഡിറ്റ് പീരീഡൊക്കെ കൂടുതലായിരുന്നു. നമ്മൾ ക്രെഡിറ്റ് പോളിസിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ പറയാം എങ്ങനെയാണ് ക്രെഡിറ്റ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ സ്ട്രോങ് ആക്കിയത് എന്നുള്ളത്. കളക്ഷനും വർദ്ധിച്ചു. മൊത്തത്തിൽ അത് വളരെ സ്ട്രോങ് ആയി. അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഈ കമ്പനി വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുക. കാരണം വളരെ സ്ട്രീം ലൈൻഡ് ആയി, അവർ വളരെ ഹാപ്പിയായി. അവരുടെ സ്റ്റേക്സ് കുറച്ചിട്ട് വേറൊരു ആൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കാൻ നിൽക്കുകയാണ്. അവർ ഒരു ഇൻവെസ്റ്ററെ പോലെ നിൽക്കാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത്. എന്തായാലും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന കമ്പനികൾ വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ട് അടുത്ത ലെവലിലേക്കൊക്കെ പോകുന്നത് കാണുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്.
അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നത് ഏകദേശം 80% മാറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തിൽ ഒരു 2 കോടി ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ന് വിചാരിച്ചോളും. അപ്പോൾ ഏകദേശം ഒരു 3.5 കോടി എന്നുള്ള ലെവലിലേക്കൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 15 കോടിയുടെ വ്യത്യാസമാണ് ആക്ച്വലി സെയിൽസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലേ? 15 കോടിയുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. 10% എടുക്കുകയാണെങ്കിൽ പോലും അവർക്കുണ്ടാവുന്ന 1.5 കോടിയുടെ ലാഭമാണ് വ്യത്യാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക. അതായത് നമുക്ക് തരുന്ന ഫീ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു 6 മാസത്തേക്ക് നമുക്ക് തരുന്നൊരു ഫീ എന്ന് പറയുന്നത് ഒരു 3 അല്ലെങ്കിൽ 4 lakhs ഒക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30-40 ലക്ഷം രൂപയൊക്കെ തന്നു എന്ന് വിചാരിക്കാം. പക്ഷെ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയുടെ ഡിഫറൻസ് നോക്കൂ, 1.5 കോടിയാണ്. അതായത് എങ്ങനെ പോയാലും 1 കോടിയിൽ കൂടുതൽ ലാഭമാണ് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് മാത്രം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ടാൻജിബിളായിട്ട് നമ്മൾ പല ബ്രാൻഡുകളിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നിങ്ങളൊരു പ്രൊജക്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റിമോണിയൽസ്, റിയൽ ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽസ്, ഈ പറയുന്ന ബ്രാൻഡിൻ്റെ പേര് ഞാനിപ്പോൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ, പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പ്രൊജക്റ്റുമായിട്ട് വരുന്ന സമയത്ത് നമ്മളുണ്ടാക്കിയിട്ടുള്ള റിയൽ ടെസ്റ്റിമോണിയൽസ് അവരുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് തന്നെ കാണിച്ചു തരാൻ സാധിക്കും. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.